സർ, മെയ് 12-ന് സുകുമാർ അഴീക്കോടിൻ്റെ 100ാമത്തെ ജന്മദിനം കടന്നുപോയി. മാതൃഭൂമിയിലും മനോരമയിലുമൊക്കെ പ്രധാനപ്പെട്ട എല്ലാ പത്രങ്ങളിലും അഴീക്കോടിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ചില ലേഖനങ്ങൾ വന്നു. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേ അഴീക്കോടിനെപ്പോലെ സമൂഹത്തെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ കഴിയുന്ന സാഹിത്യകാരന്മാരെ ഇന്ന് കേരളത്തിൽ കാണുന്നില്ല. അതല്ലെങ്കിൽ അപ്രിയമായ സത്യങ്ങൾ തുറന്നു പറയാൻ തൻ്റെ ഇടമുള്ള ആളുമില്ല. രാജാവ് നഗ്നനാണെന്ന് പറയണമെങ്കിൽ ഒരു ശിശു സഹജമായ നൈർമല്യവും വേണം, അല്പം ധൈര്യവും വേണം. അത് ഇന്ന് കേരളത്തിലെ ഒരു സാഹിത്യകാരനോ സാംസ്കാരിക നായകനോ ഇല്ല. അത് തീർച്ചയായിട്ടും അഴീക്കോടിനുണ്ടായിരുന്നു. അഴീക്കോടും സാറുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്നെനിക്കറിയാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഴീക്കോടുണ്ടായിരുന്ന ഘട്ടത്തിൽ സാറ് അവിടെ ഉണ്ടായിരുന്നു. അഴീക്കോട് പ്രസംഗ പരിശീലനം നടത്തുന്നതിനെക്കുറിച്ച് സാറ് പണ്ട് പറഞ്ഞ ചില കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. അപ്പോൾ അഴീക്കോടിനെ ഈ 100ാമത്തെ വർഷത്തിൽ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാൻ എൻ്റെ വ്യക്തിപരമായ സ്മരണകൾ പറഞ്ഞു തുടങ്ങാം. സുകുമാർ അഴീക്കോട് വൈസ് ചാൻസലറായി കാലിക്കറ്റ് സർവകലാശാലയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു ഗവേഷണ വിദ്യാർത്ഥിയായിരുന്നു. അതേസമയത്ത് ഞാൻ അവിടെ മാതൃഭൂമിയിലെ ട്രെയിനി സബ് എഡിറ്ററുമായിരുന്നു. ആ കാലത്ത് കോഴിക്കോട് ക്യാമ്പസിനെ പറ്റി ഒരു ലേഖന പരമ്പര എഴുതാനായിട്ട് മാതൃഭൂമിയുടെ പത്രാധിപർ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ ആ ലേഖന പരമ്പര എഴുതി. ആ ലേഖന പരമ്പരയിൽ സ്വന്തം പ്രതിനിധിയെന്നോ സ്വന്തം ലേഖനെന്നോ പറയുന്നതിന് പകരം എൻ്റെ പേര് അവർ വയ്ക്കുകയും ചെയ്തു. ആ ഒറ്റ കാരണം കൊണ്ട്, അതായത് കാലിക്കറ്റ് സർവകലാശാലയെ വിമർശിച്ച പാർട്ട് ടൈം ഗവേഷണ വിദ്യാർത്ഥിയുടെ റിസർച്ച് അദ്ദേഹം ക്യാൻസൽ ചെയ്തു. വൈസ് ചാൻസലറായിട്ടുള്ള സുകുമാർ അഴീക്കോട് ക്യാൻസൽ ചെയ്തു. പിന്നീട് വളരെ കാലം കഴിഞ്ഞിട്ട് ഞാൻ കോളേജ് അധ്യാപകനായതിനു ശേഷമാണ് രജിസ്ട്രേഷൻ നടന്നത്. ഇത്തവണയും അദ്ദേഹം ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് എൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. ശക്തമായ ഇഷ്ടാനിഷ്ടങ്ങളുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ അനിഷ്ടത്തെയൊക്കെ മറികടന്ന് ഞാൻ എത്തേണ്ടിടത്ത്, എനിക്ക് കഴിയുന്നിടത്ത് ഞാൻ എത്തി. അത് വേറൊരു കാര്യം. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ അദ്ദേഹത്തെ എനിക്ക് വിമർശിക്കാനും സാധിച്ചു. ആ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെപ്പറ്റി പറയാം. അദ്ദേഹവും ഞാനും കൂടി ഒരിക്കൽ DC ബുക്സിൻ്റെ ഒരു സംഘടിപ്പിച്ച ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. സുകുമാർ അഴീക്കോടായിരുന്നു അതിനകത്ത് ഉദ്ഘാടകൻ. ഞാനൊരു ആശംസാ പ്രസംഗകനായിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തെ വളരെ തമാശയായിട്ടാണ്, ചിരിച്ചുകൊണ്ടാണ്, ഒട്ടും ശോഭിക്കാതെ പറഞ്ഞു, ഉപനിഷത്തുകൾ പഠിച്ച ഒരാൾ വാർദ്ധക്യത്തെ ഭയപ്പെടുകയില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ആ പറഞ്ഞതിൻ്റെ പശ്ചാത്തലം ഇതാണ്. അദ്ദേഹം ഡൈ ചെയ്യും, സുകുമാർ അഴീക്കോട്. അപ്പോൾ ഈ സുകുമാർ അഴീക്കോട് ഡൈ ചെയ്യുമെന്നുള്ളത് പ്രേക്ഷകരെ, ശ്രോതാക്കളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇത്രയും പറഞ്ഞപ്പോഴും എല്ലാവർക്കും അത് മനസ്സിലായില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഉപനിഷത്തുകളെക്കുറിച്ച് വ്യാഖ്യാനിക്കുകയും പഠിക്കുകയും എഴുതുകയും ചെയ്തുള്ള ആൾ ഹെയർ ഡൈയെ ആശ്രയിക്കുകയില്ല. അപ്പോൾ അവിടെ നിന്ന് ശ്രോതാക്കൾക്ക് കാര്യം മനസ്സിലായി. അവർ അതിനെ ഒരു മന്ദസ്മിതത്തോടെയും കയ്യടിയോടും കൂടിയും അതിനെ അംഗീകരിക്കുകയും ചെയ്തു. സുകുമാർ അഴീക്കോടിന് വലിയ പ്രയാസമായി. സുകുമാർ അഴീക്കോട് വേഗം എൻ്റെ പ്രസംഗം കഴിഞ്ഞ ഉടനെ തന്നെ എന്നെ അഭിനന്ദിക്കുകയും ഇനി ഇങ്ങനെ താൻ പ്രസംഗിക്കരുത് അങ്ങനെ പറഞ്ഞില്ല, പറയാതെ ധ്വനിപ്പിക്കുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തിൻ്റെ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തെ കാണാനായിട്ട് പോയിട്ടുണ്ട്. അദ്ദേഹമായിട്ട് പലതവണ പിന്നീട് ആശയവിനിമയം നടത്താനും ഒക്കെയുള്ള സന്ദർഭത്തെ എനിക്ക് കണ്ട് ഞങ്ങൾ ആ പഴയ കാര്യങ്ങളൊന്നും പിന്നീട് ഓർക്കുകയില്ല. എന്നേക്കാൾ എത്രയോ ഉയരമുള്ള ഒരു നിലയിൽ നിൽക്കുന്ന ഒരാളിനോട് ഞാനും ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളും പണ്ടത്തെ അനിഷ്ടം ഒന്നും പറഞ്ഞ് അതിൻ്റെ ആവശ്യവുമില്ലല്ലോ, അത് ഞാൻ ചെയ്തിട്ടില്ല. അത് അച്ഛനുമായിട്ടും അദ്ദേഹത്തിന് അത്ര നല്ല ഒരു സൗഹൃദം ഉണ്ടായിരുന്നില്ല. എന്നാൽ സൗഹൃദം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെ അച്ഛൻ്റെ യാത്രയപ്പ് യോഗത്തിൽ പ്രസംഗിച്ചത് ഞാനും ഉണ്ടായിരുന്നു, കേട്ടു. അതായത് സുകുമാർ അഴീക്കോട് കണ്ണൂരിൽ നിക്കറിട്ട നടന്ന നാളുകളിൽ സുകുമാർ അഴീക്കോട് പറയുകയാണ്, പ്രാസംഗികനായി അറിയപ്പെട്ടിരുന്ന S. ഗുപ്തൻ നായരുടെ പ്രസംഗം കേൾക്കാനായി ഞാൻ നടന്ന് സാഹിത്യ പരിഷത്തിൽ നടന്ന പ്രസംഗം കേൾക്കാനായിട്ട് നടന്നു പോയിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. വെച്ചാൽ അച്ഛനും
സുകുമാർ അഴീക്കോടുമായിട്ട് 9 വയസ്സിൻ്റെ വ്യത്യാസമാണ്. ഒരു ജ്യേഷ്ഠനെ പോലെയൊക്കെയാണ് ആദ്യകാലങ്ങളിൽ സുകുമാർ അഴീക്കോട് കണ്ടിരുന്നത്. എന്നാൽ ഈ പ്രോ വൈസ് ചാൻസലറായിരുന്ന കാലത്ത് സുകുമാർ അഴീക്കോടിന് അധികാരം വല്ലാതെ തലയ്ക്ക് പിടിച്ചു. ആ സമയത്ത് എല്ലാവരോടും വളരെ നിന്ദ്യമായി പെരുമാറുന്നതിന്, അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ഗർവ് ഉപയോഗിച്ച് പെരുമാറുന്നതിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അവരെ അടിയന്തരാവസ്ഥയുടെ നാളുകളിലാണ് അദ്ദേഹം പ്രോ വൈസ് ചാൻസലർ ആയിരുന്നത്. അവിടെയുള്ള ഫിസിക്സ് പ്രൊഫസറെ പലരെയും അദ്ദേഹം സസ്പെൻഡ് ചെയ്യുക, ഫിസിക്കൽ എഡ്യൂക്കേഷൻ പ്രൊഫസറെ അദ്ദേഹം പലരെയും സസ്പെൻഡ് ചെയ്യുകയും അവരെയൊക്കെ വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന അദ്ദേഹത്തിന് അതിനകത്തൊരു വലിയ സന്തോഷമുണ്ടായിരുന്നു. പോട്ടെ, ഞാനത് അവിടുന്ന് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, അദ്ദേഹം ഈ അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ആളുകളെ സാറിൻ്റെ അടക്കം പിന്നെ PhD തീസിസ് അദ്ദേഹം ക്യാൻസൽ ചെയ്തെന്നാണ് സാർ പറഞ്ഞത്. അപ്പം അത്ര ഒരു വെഞ്ചിയൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു സാഡിസ്റ്റ് ഉണ്ട്. ആ സാഡിസ്റ്റാണോ വിലാസിനിയുമായുള്ള ബന്ധത്തിന് വിഘാതമായിട്ട് വന്നത്? സംശയം എന്താണ്? വിലാസിനിയുമായിട്ടുള്ള ബന്ധം ഞാനത് അതിൻ്റെ ഒരു പറയണോ വേണ്ടിയോ എന്ന് ആലോചിച്ചു. അത് വിലാസിനി എനിക്കറിയാം, വളരെ നല്ലവണ്ണം അറിയാം. എൻ്റെ ചേച്ചിയുടെ സഹപ്രവർത്തകയായിരുന്നു. എൻ്റെ ചേച്ചിയും കോളേജ് അധ്യാപികയാണ്. വിലാസിനിയും കോളേജ് അധ്യാപികയായിട്ട് ഒരുമിച്ച് വിമൻസ് കോളേജിൽ വളരെ കാലം ഉണ്ടായിരുന്നു. വിലാസിനി ടീച്ചറിന് ഞാൻ അങ്ങനെയാണ് പറയാറുള്ളത്. നന്നായിട്ട് എനിക്കറിയാം. അവിടെ ഈ സുകുമാർ അഴീക്കോടിന് എന്തുകൊണ്ട് വിവാഹം കഴിച്ചില്ല എന്നുള്ളത് പറയാൻ നമ്മളാരും ആളല്ല. അത് അദ്ദേഹം എടുത്തൊരു തീരുമാനമാണ്. അദ്ദേഹം അതിന് പറയുന്ന ന്യായങ്ങൾ ഞാനത് പറയില്ല. കാരണം ഒരു പബ്ലിക് ഒരു മാധ്യമത്തിൽ അത് പറയാൻ കൊള്ളില്ല. അതുകൊണ്ടാണ് പറയാത്തത്. പക്ഷേ അത് ഹീനമായിപ്പോയി. ഞാനത് ആ വാക്ക് തന്നെ ഉപയോഗിക്കും. സാറേ, വളരെ മനോഹരമായ പ്രണയലേഖനങ്ങളൊക്കെ ഈ മനുഷ്യനെ അവർക്ക് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, ടീച്ചറിന്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അദ്ദേഹം അതിന് പിന്നോട്ട് പോകാനുള്ള കാരണം എന്താണ്? ഞാൻ മനോഹരം എന്നുള്ള വാക്കിനോട് വിയോജിക്കുന്നു. പണ്ഡിതോചിതമായ പ്രണയലേഖനം എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. അത് അനവധി പുസ്തകങ്ങൾ ഈ പ്രണയത്തെ പറ്റിയുള്ള തത്വചിന്തകൾ, പ്രണയത്തെ പറ്റിയുള്ള പ്രണയ കവിതകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടുള്ള പ്രബന്ധങ്ങളാണ്. അതിനകത്ത് വലിയ സത്യസന്ധതയൊന്നുമില്ല. ഞാൻ എനിക്ക് സാന്ദർഭികമായതുകൊണ്ട് പറയട്ടെ, ആ കത്തുകൾക്കൊരു അവതാരിക എഴുതാനായിട്ട് ക്രൈം നന്ദകുമാർ എന്നെയാണ് ആദ്യം സമീപിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എന്നെ ഒരു സുകുമാർ അഴീക്കോടിൻ്റെ ഒരു പ്രഖ്യാത ശത്രുക്കളിൽ ഒരാളായിട്ട് ആണ് അക്കാലത്ത് കേരളത്തിലെ ചിലരെങ്കിലും അറിഞ്ഞിരുന്നത്. നന്ദകുമാറിനെയും അങ്ങനെ ആരോ ധരിപ്പിച്ചിരിക്കും. അതുകൊണ്ടാണ് നന്ദകുമാർ എന്നോട് ആ ലേഖനങ്ങൾക്ക് ഒരു സമാഹാരത്തിനൊരു അവതാരിക എഴുതാനായിട്ട് ആവശ്യപ്പെട്ടത്. ഞാൻ പറഞ്ഞു അത് എഴുതുകയില്ല, കാരണം അതിൻ്റെ ആവശ്യം എനിക്കില്ല, അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു ചെയ്തത്. നന്ദകുമാറിന് അത് അംഗീകരിക്കുകയും ചെയ്തു. സർ, ഈ വിനാസിനി ടീച്ചർ അവിവാഹിതയായിട്ട് തന്നെ? തീർച്ചയായും അവരിപ്പോഴും ഉണ്ട്. അവർ പിന്നെ പുനലൂരിനടുത്ത് താമസിക്കുന്നു. അവർ അവിവാഹിതയായിട്ട് കഴിയുന്നു. അവർക്കും നല്ല വലിയ പബ്ലിസിറ്റിയൊക്കെ കിട്ടി. അവരുടെ പ്രണയവും ഒക്കെ ഇന്നിപ്പോൾ ഇതിപ്പോൾ ഈ ചാനലുകളൊക്കെ ആഘോഷിക്കുന്ന ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ കാര്യം എത്രയേ ഉള്ളൂ, ഈ അന്ന് MK സാനു മാഷാണ് സുകുമാർ അഴീക്കോട് മാഷുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അപ്പോൾ സുകുമാർ അഴീക്കോട് മാഷ് തിരുവനന്തപുരത്തെ ഗവൺമെൻറ് ട്രെയിനിങ് കോളേജിൽ ഒരു എക്സാമിനറായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞു, മാഷുടെ പ്രസംഗം കേൾക്കാൻ കുട്ടികൾക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അല്ല, അത് സുകുമാർ അഴീക്കോട് മാഷ് പ്രസംഗിക്കുന്നു. സുകുമാർ അഴീക്കോട് മാഷ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ ആരാധനയോടുകൂടി ആ ശ്രോതാക്കളിലെ ഒരാളായിട്ട് അവിടെ ഉണ്ടായിരുന്ന വിലാസിനി ടീച്ചർ കേൾക്കുന്നു. അത് കഴിഞ്ഞ് അവർ വളരെ ആരാധനാപൂർവ്വം സുകുമാർ അഴീക്കോട് സാറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ സുകുമാർ അഴീക്കോടിന് അവരോടൊരു താല്പര്യം തോന്നി. അപ്പോൾ സാനു മാഷോട് പറഞ്ഞു, ശബ്ദം, അദ്ദേഹം ശബ്ദത്തിൻ്റെ ഒരു ആരാധകനാണല്ലോ, അദ്ദേഹം പ്രാസംഗികനാണല്ലോ. അദ്ദേഹം പറഞ്ഞു, ആ പെൺകുട്ടിയുടെ ശബ്ദം വളരെ മനോഹരമായിരിക്കുന്നു, അത് വേറിട്ട ശബ്ദമാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വിവാഹം ആലോചനയിലേക്ക് പോകുന്നത്. സാനു മാഷാണ് അവരുടെ വീട്ടിൽ പോയിട്ട് ഈ ആലോചനയൊക്കെ മുമ്പോട്ട് പോകുന്നത്. പിന്നെ പെട്ടെന്ന് വേണ്ടെന്ന് വയ്ക്കാൻ കാരണം അദ്ദേഹത്തിന് എവിടെയോ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ വരുന്നു എന്നാണ് അദ്ദേഹം സുകുമാർ അഴീക്കോടിൻ്റെ വെർഷൻ. അത്രയും അങ്ങനെ അദ്ദേഹം വലിയ പരിചയമില്ലാത്തവരോട് പറയുകയുള്ളൂ. അടുത്ത് പരിചയമുള്ള ആളുകളോട്, ഇപ്പോൾ അടുത്ത് പരിചയമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ
അതിനകത്ത് പിന്നെ പൂഞ്ഞിക്കൽ റാഫിയെ പോലെയുള്ള ആളുകളോട് അദ്ദേഹം മറ്റൊരു കഥയാണ് പറഞ്ഞത്. ആ കഥ പറയാൻ കൊള്ളുകയില്ല. ഓക്കെ, എന്തായാലും ശരി. നമ്മൾ ഈ പല ആളുകളെയും അടുത്ത് കാണുന്നതും അകലെ നിന്ന് കാണുന്നതും രണ്ട് തരത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു. സുകുമാർ അഴീക്കോട് ഒരു പ്രാസംഗികൻ എന്ന നിലയിൽ ഒരു ഗംഭീരനാണ് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അതെന്തുകൊണ്ടാണ് സാർ? അതെന്താ കാര്യമെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സാഗരഗർജനം എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. വാഗീശ്വരൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത കാലത്ത് പിന്നെ മാങ്ങാട് രത്നാകരൻ ഒരു ലേഖന പരമ്പര തന്നെ എഴുതുകയുണ്ടായി. വാസ്തവത്തിൽ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്ന് പറയുന്നത് ഉള്ളി തൊലിച്ചു കഴിഞ്ഞാൽ അവസാനം എന്ത് കാണും? അതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. കഴമ്പില്ല. പക്ഷേ ആ പ്രസംഗത്തിൽ അദ്ദേഹത്തിന് എനിക്ക് പ്രത്യേകത തോന്നിയത് സമകാലിക വിഷയങ്ങളെ സമർത്ഥമായി. തീർച്ചയായിട്ടും അതിനകത്ത് 2-3 സവിശേഷതകളുണ്ട്. ഒന്ന്, അതിനകത്ത് നിർഭയത്വം. 2, അതിനകത്തുള്ള കുറച്ച് ലേബേർഡാണ് എങ്കിലും ഫലിതം. പക്ഷേ ആളുകൾ അതൊന്നും അല്ല രസിച്ചിരുന്നത്. അതിനകത്തെ ശത്രു സംഹാരം, അതാണ് ആളുകളെ ഈ നമ്മുടെയൊക്കെ മനസ്സിലൊരു റിബലുണ്ട്, ഈ ശ്രോതാക്കളുടെ എല്ലാം മനസ്സിലുണ്ട്. പക്ഷെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ അവിടെ ഒരാൾ മെലിഞ്ഞ കൃശഗാത്രനായിട്ടുള്ള ഒരാൾ സ്ഫുടമായ മലയാളത്തിൽ തിരഞ്ഞെടുത്ത മനോഹരമായ പദങ്ങളിൽ നല്ല കൃത്യമായ അംഗവിക്ഷേപങ്ങളോടെ, അതുപോലെ ശബ്ദത്തിൻ്റെ അവരോഹണത്തിൻ്റെ ഒരു സൗന്ദര്യം, ഇതെല്ലാം കൊണ്ട് പ്രസംഗിക്കുമ്പോൾ ആളുകൾക്ക് അത് അനനുകരണീയമായി തോന്നി. ഞാൻ ഒരു കാര്യം പറയാം, സുകുമാർ അഴീക്കോടിൻ്റെ പ്രസംഗം മറ്റാർക്കും അനുകരിക്കാൻ സാധിക്കുകയില്ല. ഒരുപാട് പേര് അനുകരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനും ശ്രമിച്ചിട്ടുണ്ട്. ആർക്കും അത് അനുകരിക്കാൻ പറ്റുകയില്ല. അദ്ദേഹം വാഗ്ഭടൻ്റെ ഒരു പരമ്പരയിൽപ്പെട്ട ആളാണ്. വാഗ്ഭടാനന്ദൻ ഉപനിഷത്തുകളുടെ വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ കേരളത്തിലുടനീളം പ്രസംഗിച്ച ആളാണ്. അങ്ങനെ പ്രസംഗിച്ചിട്ടുള്ള വാഗ്ഭടൻ്റെ പ്രിയ ശിഷ്യന്മാരിൽ ഒരാളായ MT കുമാരൻ മാസ്റ്ററുടെ ശിഷ്യനാണ് പ്രൊഫസർ സുകുമാർ അഴീക്കോട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി തന്നെ തത്വമസി ഉണ്ടല്ലോ. ആ തത്വമസി മൗലികമേ അല്ല, നമ്മൾ മറക്കാതെ. അതിനകത്ത് ഒരു ഫിലോസഫി ഓഫ് ഉപനിഷത്ത് എന്നൊക്കെ പറഞ്ഞുള്ള പുസ്തകങ്ങളുണ്ട്. എന്ന് മാത്രമല്ല വേറൊരു വലിയ ആരോപണമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇളയച്ഛൻ വലിയ അച്ഛനും ഇളയച്ഛനും ഒക്കെ സംസ്കൃത പണ്ഡിതന്മാരാണ്. ആ ഇളയച്ഛൻ എഴുതിയ ഉപനിഷത്ത് വ്യാഖ്യാനമാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ കടപ്പാട് പറയാതെ രേഖപ്പെടുത്തിയതെന്ന് ആ ഇളയച്ഛൻ്റെ മക്കൾ എന്നോട് അഴീക്കോട് വെച്ച് സങ്കടത്തോടെ പറഞ്ഞിട്ടുണ്ട്. ശരിയാവാം, തെറ്റാവാം, ഞാൻ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ ആളല്ല. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന തത്വമസി പോലും മൗലികമല്ല. പിന്നെ ജി ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു. ഇതുപോലൊരു കൃതി അതിനെ ഒരു കാവ്യ നിരൂപണമായിട്ടേ കാണാൻ പറ്റുകയില്ല. പക്ഷേ ആശാനും സീതാകാവ്യവും നല്ല കൃതിയാണ്. രമണനും മലയാള കവിതയും ഭേദപ്പെട്ട കൃതിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു നിരൂപകൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു നിസ്സാരനൊന്നുമല്ല. പക്ഷേ MP ശങ്കുണ്ണി നായരെ പോലെ ഒരാളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സുകുമാർ അഴീക്കോട് എവിടെയാണ്, MP ശങ്കുണ്ണി നായർ എവിടെയാണ്? എന്തായാലും സുകുമാർ അഴീക്കോട് എന്ന് പറയുന്ന പ്രതിഭാശാലിയായ എഴുത്തുകാരനായാലും പ്രാസംഗികനായാലും ശരി, അദ്ദേഹത്തിൻ്റെ 2 തലമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു തലത്തിൽ അദ്ദേഹം എഴുത്തുകാരനാണ്, സാഹിത്യ വിമർശകനാണ്, അതേസമയം അനുഗ്രഹീതനായ ഒരു പ്രഭാഷകനുമാണ്. മലയാള സാഹിത്യത്തിലെ ഈ കഴിവ് ഒരുപോലെ കിട്ടിയിട്ടുള്ള ആളുകൾ മറ്റാരെയെങ്കിലും സാറിന് അറിയാമോ? തീർച്ചയായിട്ടും MK സാനു ആ കാലഘട്ടത്തിലെ ഒരു പ്രഗത്ഭനായ പ്രാസംഗികനായിരുന്നു. അതുപോലെ ONV കുറുപ്പിൻ്റെ പ്രസംഗങ്ങൾ, അവർക്കൊക്കെ വിശേഷിച്ച് ONVയുടെ പ്രസംഗങ്ങളിൽ നല്ല കഴമ്പുണ്ട്. അതിന് പക്ഷേ ഈ റെട്ടറിക് എന്ന് പറയുന്ന കലയുടെ ചില അഭിനയമുണ്ടല്ലോ, അത് ഈ ONVയുടെ പ്രസംഗത്തിൽ ഉണ്ടായിരിക്കുകയില്ല. അതല്ലാതെ അത് കേൾക്കുവാനുള്ള അതിൻ്റെ ഒരു ശബ്ദ സൗകുമാര്യം, ദൃഢത, ആശയങ്ങളിലുള്ള ഊന്നൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പ്രാസംഗികനാണ് ONV. ഞാൻ പറയും സുകുമാർ അഴീക്കോടിനേക്കാളും നല്ല പ്രാസംഗികർ MK സാനുവും ONV കുറുപ്പുമാണെന്ന്. ഓക്കെ സാർ, ചരിത്രം വിലയിരുത്തട്ടെ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.